long time I'm back. Yeah, so guys, this video is actually about me talking about my 27th birthday. And എൻ്റെ പ്ലാൻ കണക്കൊന്നും അല്ല നടന്നത്. അപ്പോൾ ഐ വാസ് സ്റ്റക്ക്. ഐ ഡിഡ്ന്റ് നോ ഹൗ ടു present that in front of people. I shared some pictures on my Instagram, but apart from that I haven't yet shared a detailed video regarding my birthday or my special day. So as everyone, I also wanted to celebrate my birthday in my own way, but it was not that what happened on my birthday. സോ ആക്ച്വലി ഞാൻ ഒരു കാരണവശാലും സെലിബ്രേറ്റ് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് വിചാരിച്ചൊരു വേയിലായിരുന്നു ഞാൻ സെലിബ്രേറ്റ് ചെയ്തത്. ആൻഡ് ദാറ്റ് കെയിം ഔട്ട് ഒരു കൈൻഡ് ഓഫ് അടിപൊളിയായിട്ട് അത് മാറി. എൻ്റെ ഇമാജിനേഷനിൽ പോലും ഇല്ലാത്തൊരു സാധനം, അതിൻ്റെ റിസൾട്ട് വാസ് ഓസം. ആൻഡ് യാ, സോ ഐ തോട്ട് അത് വർത്ത് ടെല്ലിംഗ് ആണ് ടുവേർഡ്സ് the world or to my future self. അത് worth. മഴ പെയ്യുന്നു ഗായ്സ്, ഇത്രയും നേരം വെയിലുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഭയങ്കര ഒരു മൂടി ക്ലൈമറ്റാണ്. ആൻഡ് വീഡിയോയിൽ ക്ലാരിറ്റി ഒന്നും ഉണ്ടാവാൻ വലിയ സാധ്യതയില്ല. ആൻഡ് യാ, സോ ഐ വാസ് ടെല്ലിങ് റിഗാർഡിങ് മൈ ബർത്ത്ഡേ. സോ ബർത്ത്ഡേ എന്ന് പറയുന്നത് എൻ്റെ ഒരു പ്ലാനിങ്ങിൽ ഐ വോണ്ടഡ് ടു ഗോ സംവെയർ അലോൺ. ഞാൻ ഒറ്റയ്ക്ക് ഇത് സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതായിരുന്നു എൻ്റെ ഒരു പ്ലാനിങ്. സോ ഐ വാസ് പ്ലാനിങ് ടു ഗോ ഈദർ ഹംപി ഓർ പോണ്ടിച്ചേരി. ഇത് രണ്ടുമായിരുന്നു എൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നത്. ആൻഡ് യാ, ഞാനത് വീട്ടിലും പറഞ്ഞു, ഞാനിങ്ങനെ സോളോ ട്രിപ്പ് പോവാണ്. ബിക്കോസ് അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം 1 വീക്ക് മുന്നേ തന്നെ എന്നെ വീട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട്, എന്താ വരുന്നേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഐ വാസ് ലൈക്ക്, എന്തിനാ ഇപ്പോൾ വരുന്നേ, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അതൊരു സ്പെഷ്യൽ ഡേ ആണല്ലോ, അപ്പോൾ വരണമല്ലോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, ഞാനിങ്ങനെ ട്രിപ്പ് പോവുകയാണ്, സോളോ ട്രിപ്പാണ്. അപ്പോൾ എൻ്റെ ഉമ്മി വാസ് ലൈക്ക്, സോളോ ട്രിപ്പ് എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോകുന്നതിനാണ് സോളോ ട്രിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ തന്നെ ഫിഗർ ഔട്ട് ചെയ്യുന്നതാണ് കാര്യങ്ങൾ എല്ലാം. നമ്മൾ ഒറ്റയ്ക്കായിരിക്കും ചെയ്യുന്നത്, ഒരു ഗൈഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ ആരും ഉണ്ടാവില്ല. നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നതിനെയാണ് സോളോ ട്രിപ്പ് എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ഒറ്റയ്ക്കായിരിക്കും ചെയ്യുന്നത് അതിൽ. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ ഉമ്മി വാസ് ലൈക്ക്, ഒറ്റയ്ക്കൊന്നും പോകണ്ട, ആരുടെയെങ്കിലും കൂടെ പോകൂ. ആൻഡ് പിന്നെ പറഞ്ഞു ഐ മീൻ പുള്ളിക്കാർ ഉദ്ദേശിച്ചത് ഏതെങ്കിലും ഒരു ഏജൻ്റൊക്കെ ത്രൂ പോകത്തില്ലേ നമ്മൾ, കൈൻഡ് ഓഫ് പാക്കേജൊക്കെ എടുത്ത്, അപ്പോൾ അവരെല്ലാം സെറ്റ് ചെയ്ത് തരും. അങ്ങനെ പോവുക, അങ്ങനെ പൊക്കോ, ഇങ്ങനെ സോളോ ഒന്നും പോവരുത്, ഒറ്റയ്ക്ക് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ. ഓൾറെഡി എനിക്ക് കുറേ പേടിയുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ എന്നെ ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇല്ല, ഞാൻ എന്തായാലും പോവുകയാണ്, അതുകൊണ്ട് വരാൻ പറ്റില്ല. അപ്പം ഷിവാസ് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ എന്തായാലും പോവുമല്ലോ, പിന്നെ സൂക്ഷിച്ചൊക്കെ എന്താ എവിടെ പോകുന്നതെന്ന് ഡിസൈഡ് ചെയ്തോ. ഞാൻ പറഞ്ഞു ഇല്ല, ഡിസൈഡ് ചെയ്തിട്ടില്ല, ഇങ്ങനെ പ്ലാനിങ് നടക്കുന്നേ ഉള്ളൂ. ടിക്കറ്റ്സിൻ്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ ചിലപ്പോൾ ബസ്സിന് പോകേണ്ടി വരും, അങ്ങനെയൊക്കെ. അപ്പം ടൈം കൂടെ എനിക്ക് ലീവ് അതനുസരിച്ച് അപ്ലൈ ചെയ്യേണ്ടി വരും. അങ്ങനെ വാസ് കൺഫ്യൂസ്ഡ്. അപ്പോൾ ഒരു 1 വീക്ക് മുന്നേ, ആക്ച്വലി ദിസ് വീഡിയോ ഇസ് അബൌട്ട് മൈ ഫ്രണ്ട്സ്. എൻ്റെ പ്ലാനിങ് കണക്ക് നടക്കാത്തതിൽ എനിക്ക് ആദ്യം ഒരു കൈൻഡ് ഓഫ് ഇതുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് എൻജോയ് ചെയ്യുന്നതിൻ്റെ ഒരു ത്രൈസ് ഞാൻ ഹാപ്പി ആയിട്ടുണ്ട് ഇവരുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്തിട്ട്. ആൻഡ് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, ഒരു ബർത്ത്ഡേക്കൊരു 1 വീക്ക് മുന്നേ എന്നെ അഹല്യ വിളിച്ചു. അഹല്യ വാസ് മൈ റൂംമേറ്റ് ആൻഡ് ഷീസ് ലൈക്ക് എൻ്റെ അത്രയും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സിൽ ഒരാളാണ് അഹല്യ. അപ്പോൾ അഹല്യ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, കാക്കനാടാണ് അവളിപ്പം വർക്ക് ചെയ്യുന്നത്, ഇൻഫോ പാർക്കിലാണ്. അപ്പോൾ വൈറ്റില വരുന്നുണ്ട്. അപ്പോൾ ഷീ വാസ് ലൈക്ക്, നമ്മൾ പണ്ടെപ്പോഴും ഇങ്ങനെ കറങ്ങാൻ പോവും, ഇപ്പോൾ അങ്ങനെ അധികം കിട്ടാറില്ല, നമുക്ക് ടൈം കിട്ടാറില്ല, അപ്പം നമുക്ക് പുറത്തൊക്കെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ
പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ 5:30 ഇറങ്ങി ഓഫീസിൽ നിന്ന്. 5:30, 5:45 ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങിയിട്ട് അവളെ വിളിച്ചപ്പോൾ അവൾ പറഞ്ഞു അവൾ എന്തോ ഷോപ്പിങ്ങിന് നിൽക്കുവാണ്. അപ്പോൾ ശ്രീ മീൻസ് അവളുടെ വുഡ് ബി പുള്ളി വരുന്നുണ്ട്. അപ്പോൾ ലൈക്ക് പുള്ളിക്ക് എന്തോ പേസ്ട്രി എന്തോ മേടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വോൾക്കാനോയിലോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവള് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട്, ഗ്രോസറി ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം, എന്നോട് റെഡിയായി നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എടി ഞാൻ ഓഫീസിൽ നിന്ന് വന്ന കോലമാണ്, കുഴപ്പമില്ല, ബട്ട് സ്റ്റിൽ ഞാൻ അങ്ങോട്ട് വരാം, നീ ഇനി എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു ഇല്ല നീ വീട്ടിൽ പോയി ഒരുങ്ങിയിട്ട് വാ, ഫ്രഷ് ആയിട്ട് വന്നാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ഫ്രഷായി തന്നെ ഇരിക്കുന്നത്, അവിടെ AC പോയിരിക്കുന്നത് എനിക്ക് മറ്റേ ലോഡ് എടുക്കുന്ന പണിയൊന്നുമല്ലല്ലോ, ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്ന അത് കണക്ക് അവിടെ ഇരിക്കുമല്ലേ, അപ്പോൾ ഫ്രഷ് ആവാനൊന്നുമില്ല. ഇനിയിപ്പം വീട്ടിൽ വന്നിട്ട് നമ്മളെന്തായാലും ഫ്രഷ് ആയിട്ടല്ലേ കിടക്കുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ 2 തവണ ഫ്രഷ് ആവണ്ടേ, ഞാൻ പുറത്തിറങ്ങിയാൽ വീട്ടിൽ വന്നിട്ട് പിന്നും കുളിക്കുന്നതാണ്. അപ്പം അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഭ്രാന്തുള്ള ഒരാൾക്ക് നഷ്ടമാണ് 2 തവണ കുളിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ വെൽ പ്ലാൻഡ് ആയിരുന്നു വന്നിട്ട് കുളിക്കാമെന്ന്. ഞാൻ അവളോട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരാം, വോൾക്കാനോയിലോട്ട് വരാം. അപ്പോൾ അവൾ പറഞ്ഞു എങ്കിൽ നീ അവിടെ പോയിരിക്കുക, ഞാനിത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. എവ്രിതിങ് വാസ് ക്വൈറ്റ് നോർമൽ. ജസ്റ്റ് ഇമാജിൻ, ബർത്ത്ഡേ ഒന്നും ആയിട്ടില്ല, ദിസ് ഈസ് നോട്ട് എ കൈൻഡ് ഓഫ് സർപ്രൈസ്, എൻ്റെ ഇമാജിനേഷനിൽ പോലും ഇല്ല. ആൻഡ് ഞാൻ അവിടെ എത്തുമ്പോൾ ഞാൻ അവളുടെ അടുത്ത് വാശി പിടിച്ചില്ല, നിങ്ങൾ വരണ്ട, ഞാൻ അങ്ങോട്ട് വരാം, നിങ്ങൾ വെറുതെ എന്തിനാണ് ഇവിടെ വരെ വന്ന് എന്നെ പിക്ക് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. ആരോ വിളിക്കുന്നു ഗൈസ്, 1 സെക്കൻഡ്. It was actually an official call from my company. ഇന്ന് I have a shoot, so that's why I took a leave. അപ്പോൾ അവിടെ ഇപ്പോൾ എനിക്കൊരു 11:30 ഇവിടെ നിന്ന് ഇറങ്ങണം. കാരണം ആസ് വി പ്ലാൻഡ് എനിക്കിവിടെ നിന്ന് ഹാഫ് ഡേ എടുത്ത് പോകാനായിരുന്നു ഞാൻ ഇരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു അവിടെ 1 മണിക്ക് എത്തുന്ന രീതിയിൽ വരണം, ഇല്ലെങ്കിൽ അവർക്ക് റെഡി ആവാൻ പറ്റില്ല. ഐ മീൻ 2.5 hours വേണ്ടി വരും റെഡി ആവാൻ. അപ്പോൾ കൈൻഡ് ഓഫ് നേരത്തെ എത്താവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇവിടുന്ന് 1 മണിക്ക് ഇറങ്ങിയാലേ അവിടെ 2 മണിക്ക് എത്തുള്ളൂ. ഇവിടുന്ന് 1 hour ട്രാവലിംഗ് ഉണ്ട്. സോ ഞാനിന്ന് സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു ഞാനിന്ന് ലീവാണെന്ന്. സാറ് പറഞ്ഞു ഓക്കെ, എൻജോയ് യുവർ ഡേ എന്ന് പറഞ്ഞു. This is my director. I'm proud of them. So yeah, I was telling, എന്താണ് പറഞ്ഞത്, ഇവള് അഹല്യ ഒരു ബ്രേക്കായെന്നറിയാം, ബട്ട് സ്റ്റിൽ നിങ്ങളിത് കേൾക്കണം ഗൈസ്. ഇവള് പറഞ്ഞു വരാൻ പറഞ്ഞു. അപ്പം ഞാൻ അവിടെ എത്തി, വോൾക്കാനോയുടെ ഫ്രണ്ടിലെത്തി. വോൾക്കാനോ ഇസ് ഒരു കഫേ കൈൻഡ് ഓഫ് ഐസ്ക്രീംസ് ഒക്കെ കിട്ടുന്ന ഒരു ഇവിടെ വൈറ്റിൽ തന്നെ ഉള്ളൊരു ഷോപ്പാണ്. അപ്പോൾ വോൾക്കാനോ ക്രീമറിയുടെ ഫ്രണ്ടിൽ ഞാനിങ്ങനെ സ്കൂട്ടർ നിർത്തിയപ്പം ഇവളും ശ്രീയും കൂടെ ഇങ്ങനെ ഫ്രണ്ടിലിരുന്ന് ഒരു ഐസ്ക്രീം ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കുന്നു. അപ്പം ഞാനിങ്ങനെ ചെന്നപ്പോഴത്തേക്കും ശ്രീ കോൾ വന്നെന്ന് പറഞ്ഞ് അകത്തോട്ട് കയറിപ്പോയി. 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഇവള് ആക്ച്വലി ഷുഗർ കട്ടിലാണ്. അപ്പോൾ 1 മേടിച്ചാൽ മതി ഇവൾക്ക്. അപ്പം കൈൻഡ് ഓഫ് ഞാൻ വിചാരിക്കുകയാണ്, ഇവള് എന്നോട് പറയാം എടി കഴിക്കാൻ വാ. അപ്പം ഞാൻ പറഞ്ഞു ഐസ്ക്രീം നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എടി വേണ്ട, എൻ്റെ ഫേസ് ഫുള്ള് പിമ്പിൾസാണ്, ഞാൻ മധുരം കുറച്ചാൽ ഓയിൽ കുറച്ചാൽ
മിൽക്ക് പ്രൊഡക്ട്സ് യൂസ് ചെയ്യാണ്ടിരുന്നാൽ എനിക്കിത് നല്ല പോലെ മാറും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇത് മൂന്നും ഇല്ലാത്തൊരു ജീവിതം എനിക്കില്ല. ഞാനൊരു വെജിറ്റേറിയൻ ആണ്, ബട്ട് അത്രയും ഡിസിപ്ലിൻഡ് ആയിട്ട് എനിക്ക് ഈ പറഞ്ഞ ഫുഡുകളിൽ എൻ്റെ ലൈഫ് കൊണ്ടുവരാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഞാൻ ഓയിലി ഫുഡിന് അഡിക്റ്റഡ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓയിലി. നല്ല മസാല ദോശയിലൊക്കെ ഇങ്ങനെ ഗീയൊക്കെ ഇങ്ങനെ നിറച്ച് തന്നു കഴിഞ്ഞാൽ ഞാൻ ഇരുന്നങ്ങ് തിന്നും. അതുപോലെ സ്വീറ്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മറ്റേ ഏത് ഫിലിമിലായിരുന്നു ഇങ്ങനെ കാണിക്കുന്നത്, മറ്റേ ഒരു സൈക്കോ വന്നിട്ട് ഇങ്ങനെ ആൾക്കാർ കരയുമ്പോൾ ഇങ്ങനെ കാണിക്കത്തില്ലേ, ഞാൻ അങ്ങനെ ആസ്വദിക്കും സ്വീറ്റ്സ്. അതുപോലെ ഈ പറഞ്ഞ മിൽക്ക് പ്രോഡക്ട്സും എനിക്ക് മിൽക്ക് കഴിക്കാനേ പാടില്ല. മിൽക്ക് കഴിച്ചു കഴിഞ്ഞാൽ either ഞാൻ ഈ പാല് പിരിയുമ്പോൾ നമ്മൾ വോമിറ്റ് ചെയ്യത്തില്ലേ, അത് കണക്ക് ഛർദ്ദിക്കും, ഓർ എന്തെങ്കിലും പിമ്പിൾ മാർക്സും പഫിനെസ്സൊക്കെ വരും. അപ്പോൾ പക്ഷേ ഞാനിത് ഇതില്ലാണ്ട് എനിക്ക് പറ്റില്ല. എനിക്ക് കോഫി കുടിക്കാൻ ഇഷ്ടമാണ്, എനിക്ക് ചായ ഇഷ്ടമാണ്, ഐസ്ക്രീംസ് ഇഷ്ടമാണ്, പനീർ ഇഷ്ടമാണ്. ഈ പാൽ പ്രോഡക്ട്സ്, മിൽക്ക് പ്രോഡക്ട്സ് എല്ലാം ഞാൻ കൺസ്യൂം ചെയ്യും, അതനുസരിച്ച് അനുഭവിക്കുകയും ചെയ്യും. എൻ്റെ ഫേസിന് 3/4 പങ്കും ഈ പറഞ്ഞ പാലിനാണ്. അപ്പോൾ ഐസ്ക്രീം ഒക്കെ എനിക്ക് വേണ്ടാന്ന് പറയുന്നെങ്കിൽ ഞാൻ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇല്ല, നോ. അപ്പോൾ അവൾ പറഞ്ഞില്ല, ജസ്റ്റ് ട്രൈ ചെയ്യാൻ വല്ലപ്പോഴും അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പോയി. അപ്പം ഞാൻ അങ്ങോട്ട് നടന്നതും ഒരു പോയിന്റ് എത്തിയപ്പോൾ ഞാൻ സ്റ്റക്കായി. എൻ്റെ ലൈഫിൽ ഞാനിങ്ങനെ സ്റ്റക്കായിട്ടില്ല. ഐ വാസ് ലൈക്ക്, എന്താ ഇവിടെ നടക്കുന്നേ, അങ്ങനെ ആയിപ്പോൾ. ഇനി നിങ്ങളത് കണ്ടിട്ട് വരൂ ഗൈസ്. ഒരാഴ്ചക്കുഞ്ഞ് ആദ്യം പുറത്തുള്ള സമയത്ത് ഞാനാ മർത്ത പറഞ്ഞു പോയതൊക്കെ. അതിന് ഭയങ്കര സമയത്തില്ല. എന്തോ മനസ്സിലായോ? ഓക്കെ ബൈ ഗൈസ്. അടിപൊളിയായിരുന്നു. ഓക്കെ ഞാൻ പോകും. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. എനിക്കൊന്നും വരുന്നില്ലടാ, ഞാൻ പ്ലീസ് ആയി മേടിച്ചു. ഒക്കെ ഒപ്പിച്ചു. വേണ്ട, അത് വെറുതെ വെച്ചോ. ഹാപ്പി ബർത്ത്ഡേ. ബാക്കിന്ന്
ഓസം. ഓക്കെ, താങ്ക് യു. എവിടെ വാശ്രീ? താങ്ക് യു സോ മച്ച്. എവിടെയോ പെറ്റി നമ്മുടെ അയ്യോ എൻ്റെ വണ്ടി ഞാൻ അവിടെ അവരിങ്ങനെ വെച്ചപ്പോ ഞാൻ വിചാരിച്ചു അവരിങ്ങനെ എങ്ങനെയുണ്ട്? സർപ്രൈസ് ആയോ? ഞാൻ വിറയ്ക്കുന്നു. പെട്ടെന്ന് എല്ലാവരോട് പറയും. എല്ലാം പെട്ടെന്നായിരുന്നു. നല്ല ഡാർക്ക് ചോക്ലേറ്റ് ആ സൈഡിലെ. മതിയോ? കുറച്ചുകൂടെ എടുക്കട്ടെ? അവിടെ എത്ര പേരുണ്ട്? ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു ഇത് ക്യൂട്ട് കേക്ക് അല്ലേ? കഴിക്കാൻ തോന്നില്ല. സ്ട്രോബെറിയാ? നല്ല ടേസ്റ്റ് ഉണ്ട്. കയ്യേ കൊള്ളാം. ഞാൻ നല്ല രസമുണ്ട്. ക്യൂട്ട്. കട്ട് ചെയ്യണോ? നല്ല say something. I love you. I love you the most. Happy advance happy birthday to you. Thank you. Love you. പേടിച്ചിറങ്ങി ഓടിയതാണോ? സർപ്രൈസിനാണ് പോവാ. Oh my god. ഇത്രയും കാണാൻ ക്യാൻഡിൽ എത്തിക്കാൻ നിനക്ക് മേടിച്ചു വന്നിട്ട് അൺബോക്സ് ചെയ്യാം. നിങ്ങൾ ഈ കാണുന്നത് നോക്കട്ടെ. ആ 256 ആണോ? അത് കണ്ടില്ലേ ഫൈറ്റർ യൂസ് ചെയ്യാം. മറ്റേ സാധനം മറ്റേ സ്ട്രാപ്പ് വരും. സ്ട്രാപ്പ് ഉണ്ട്. എന്തെങ്കിലും ജയിച്ചോ മറ്റേ ജയിച്ചോ അങ്ങനത്തെ ലാപ്പ് വരെ
loved it. Okay, bye. ശരി, ഇനി ഇതിലായിരിക്കും കറക്കുന്നു. I like it. ഇതാകുമ്പോ കുറച്ച് സ്റ്റോറേജ് ഒക്കെ ഉണ്ട്. അതെ, എനിക്ക് ഏറ്റവും വേണ്ടത് അതെ, മറ്റേ ബാഗ് തിരിച്ചു വെച്ചിട്ട് ചേട്ടോ ഇതാണ് പുതിയതായിട്ട് ന്യൂസ് ആയത്. എനിക്ക് ഭയങ്കര ചെറുതായി, നമുക്ക് ഇച്ചിരി വലുത് വേണം. എനിക്ക് എല്ലാ സാധനങ്ങളും ഞാൻ നിങ്ങളുടെ കുട്ടിയും 1 കിലോമീറ്റർ അപ്പുറം. കുറേ പരിചയമില്ല. നല്ല കേക്ക്. ബുക്കും കൂടെ, ബുക്കും പോസുണ്ട്. So hope you guys understood what happened there. It was like I was shivering and എനിക്ക് ഭയങ്കര നാണം, എനിക്ക് പ്രോസസ്സ് ആവുന്നില്ലടാ കാര്യങ്ങളൊന്നും. അപ്പോൾ ഞാനിങ്ങനെ അവളുടെ അടുത്തൊന്നും മാറുന്നില്ല, ഞാൻ പേടിച്ചു. എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്താ നടക്കുന്നത്. കാരണം ബിക്കോസ് 1 വീക്ക് മുമ്പാണിത്. പിന്നെ എൻ്റെ മൈൻഡിൽ ഞാൻ അങ്ങനെ, നമ്മൾ യൂഷ്വലി ഇങ്ങനെ എപ്പോഴും പുറത്ത് പോകുന്ന കൈൻഡ് ഓഫ് ആൾക്കാരാണ് ഞാനും അവളും. അവൾ ഇവിടെ ഉണ്ടായിരുന്നപ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ അവിടെ പോയിട്ടായാലും നമ്മൾ കണ്ടിന്യൂസ് മെസ്സേജ് അയക്കുന്ന, എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അവൾ എന്തെങ്കിലും പാത്രമൊക്കെ മേടിക്കുമ്പം എനിക്ക് ഫോട്ടോ അയച്ചു തരും. അവൾ ഒരു പുതിയ പ്ലാന്റ് മേടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഫോട്ടോ അയച്ചു തരും. ഞാനിവിടെ ഐസ്ക്രീം കഴിച്ചവരെ എന്ത് ചെയ്യുന്നതെന്ന് ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഒരു കൈൻഡ് ഓഫ് കോൺവെർസേഷൻ നമ്മൾ കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഞാനിത് എക്സ്പെക്റ്റ് ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ 1 വീക്ക് മുമ്പാണ്. എക്സാക്റ്റ് ഒരു 10 days എന്തോ ആണ് മുമ്പ്. അപ്പം ഞാൻ ചമ്മി. എനിക്കിത് എങ്ങനെ ഇത് റിയാക്ട് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ ഐ ലവ്ഡ് ഇറ്റ്. ആൻഡ് എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ബെസ്റ്റ് പാർട്ടായിട്ട് തോന്നിയത്, എനിക്ക് ബെസ്റ്റ് പാർട്ടെന്നല്ല, എനിക്ക് കൈൻഡ് ഓഫ് മഴയാണ്, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബെസ്റ്റ് പാർട്ടായിട്ട് എനിക്ക് തോന്നിയത്, അവളുടെ ഡ്രീമായിരുന്നു ഒരു ഹാരി പോട്ടറിൻ്റെ സീരീസ് വേണമെന്ന്, ബുക്ക്. ആൻഡ് ഇറ്റ് വാസ് മൈ ഡ്രീം ഓൾസോ. എനിക്കത് മേടിക്കാൻ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടല്ല, നമ്മൾ ചില ആഗ്രഹങ്ങൾ പിന്നീടാവട്ടെ എന്ന് മാറ്റി വയ്ക്കത്തില്ലേ, അങ്ങനെ പിന്നീടാവട്ടെ എന്ന് മാറ്റി വെച്ച ഒരു ഡ്രീം ആണ്. കാണാൻ പറ്റുമോ? ആ കാണുന്നതിൽ ഇരിക്കുന്നത് അത് ഫുള്ളല്ല കേട്ടോ, അതിൽ 7 books ഷീ ബോട്ട് മീ. ആൻഡ് എനിക്കത് ലൈക്ക് ഐ വാസ് സ്റ്റക്ക് ബിക്കോസ് അവൾക്ക് വേണ്ടി മേടിക്കാണ്ട് എനിക്കത് മേടിച്ചുകൊണ്ട് വന്നപ്പോൾ ഐ വാസ് ഓ മൈ ഗോഡ്, എന്തിനാ നീ ഇത് മേടിച്ചേ, അങ്ങനെയൊക്കെ. എനിക്കങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനെ, എൻ്റെ ആൾക്കാർക്ക് ഇങ്ങനെ എനിക്ക് മേടിച്ചു കൊടുക്കാൻ ഇഷ്ടമാണ്. അവർക്ക് എനിക്ക് മേടിച്ചു തരുമ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, എനിക്കിങ്ങനെ ഒന്നും മേടിച്ചു തരരുത്. ബട്ട് ഐ ലവ്ഡ് ഇറ്റ്. മീൻസ് it's not about the gift, it's not about the surprises or anything. It was all about the efforts. എനിക്കറിയില്ല, അവള് ലൈക്ക് അവിടെ ഡെക്കറേറ്റ് ചെയ്തിരുന്നത് ആൻഡ് കുറേ ഗിഫ്റ്റ്, പിന്നെ വേറെ ഒരു ബാഗ്, കുറേ സാധനങ്ങൾ, കുറേ കേക്ക്. ആൻഡ് it's not about the money, the gifts or anything. It's all about the effort. അവൾ അവിടെ നിന്ന് ഇവിടെ വന്ന് ഇതൊക്കെ സെറ്റ് ചെയ്ത്
എനിക്ക് ഒരു സംശയം. എന്നിട്ട് എന്നോട് പറയാ, നിന്നോട് ഞാൻ ഒരുങ്ങിയിട്ട് വരാൻ പറഞ്ഞത് ഇതിനായിരുന്നു. അപ്പം ഞാൻ അവളോട് പറയാം, എടി നീ എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് വന്നനെ. അപ്പോൾ അവള് പറയാ, എടി നിന്നോട് ഞാൻ ഫ്രഷായിട്ട് വന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ അറിഞ്ഞോ നീ ഓഫീസിൽ നിന്ന് വന്ന കോലത്തിന് കയറി വരുമെന്ന്. ബട്ട് സീരിയസ്ലി ഞാനങ്ങനെ ലൈക്ക് സ്പീച്ച്ലെസ് ആയിട്ട് ഇരുന്നിട്ടുള്ളത് ഭയങ്കര കുറച്ച് മൊമെൻറ്റ്സിലാണ് എൻ്റെ ലൈഫിൽ. അപ്പോൾ ഞാനിങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യം, അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഇവളെടുത്തുനിന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എനിക്കറിയില്ല, എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് സ്റ്റിൽ ഈ പറഞ്ഞ കണക്ക് ഇത്രയും ഒരു എഫേർട്ട് അവിടെ നിന്ന് ഇവിടെ വന്ന്, ഇപ്പോൾ ബാക്കി ഇവിടെ ഉള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ ഓക്കെ, അവർക്ക് അത് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവളെടുത്തുനിന്ന് ഇത് എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുന്നതിൻ്റെ മെയിൻ റീസൺ അവൾ വർക്ക് കഴിയുന്നത് 5:30 ആണ്, അല്ലെങ്കിൽ 6 ആണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇവർക്ക് എങ്ങനെ ഇത്രയും കൂടെ, സോറി ഗൈസ് ഒരു കോൾ വന്നതാണ്, എങ്ങനെ ഇത്രയും കൂടെ, ഒരു മിനിറ്റ്. സോ എന്നെ ജോ വിളിച്ചതാണ്, ഞാൻ പറഞ്ഞില്ല ഇന്നൊരു ഷൂട്ടുള്ള കാര്യം. അപ്പോൾ അങ്ങോട്ട് പോകണം എനിക്ക്. 11:30 ഇറങ്ങാൻ പറഞ്ഞു. ഇപ്പോൾ 11:22 ആയി. ഐ ഹാവ് ഓൺലി 8 more minutes. അതിനുള്ളിൽ ഇത് പറഞ്ഞു തരുമോ എന്ന് എനിക്കറിയില്ല, കുറേ കഥകളുണ്ട്. ബാക്കി ഞാൻ ഇൻ ബിറ്റ്വീൻ പറയാം.